CMC വെല്ലൂരിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിനെ കുറിച്ചിട്ടുള്ള 2 വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് വാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അത് വാച്ച് ചെയ്യുക. അതിനുശേഷം പാർട്ട് 3 വീഡിയോ ഒന്ന് വാച്ച് ചെയ്യാം. മാർച്ച് 30-ാം തീയതിക്കുള്ളിൽ തന്നെ നിങ്ങൾ ഇതിന് ആപ്ലിക്കേഷൻസ് മൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം മൈനോറിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ അവിടെ എത്തിക്കാനായിട്ട് മെയ് 4-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് ഡേറ്റ് തന്നിരിക്കുന്നത്. അപ്പം അതിനുള്ളിൽ നിങ്ങൾ എല്ലാ സർട്ടിഫിക്കറ്റുകളും അവിടെ മെയ് 4-ാം തീയതിക്കുള്ളിൽ തന്നെ ബൈ പോസ്റ്റ് നിങ്ങൾ എത്തിക്കണം. ഇനി യാക്കോബിസ്റ്റുകൾക്കോ അല്ലെങ്കിൽ മാർത്തോമിസ്റ്റിനോ അങ്ങനെയുള്ള ബാക്കിയുള്ള കാറ്റഗറീസുകൾ അവരവരുടെ പള്ളികൾ വഴി ബൈബിൾ ടെസ്റ്റോ അല്ലെങ്കിൽ അതിനുള്ള ആപ്ലിക്കേഷൻസുകളോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതാത് ഓഫീസുകൾ വഴി മെയ് 4-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഇതിന്റെ റിസർവേഷൻ ആർക്കൊക്കെ കിട്ടും, ഇതിനാൽ ബെനിഫിറ്റ് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ CMC വെല്ലൂരിലേക്ക് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട്. സ്പോൺസർഷിപ്പിന് അർഹരായിട്ടുണ്ടെങ്കിൽ സ്പോൺസർഷിപ്പിന് നിങ്ങൾ പള്ളി വഴി അപ്ലൈ ചെയ്യണം. അതിനുശേഷം റിസൾട്ട് വന്നതിന് ശേഷം TN മെഡിക്കൽ സെലക്ഷൻ വഴിയും അപ്ലൈ ചെയ്തിരിക്കണം. ഇനി MBBSന് മാത്രം നമുക്കറിയാം പ്രത്യേക പരീക്ഷകൾ CMC വെല്ലൂരിൽ നടത്തുന്നില്ല. നീറ്റിന്റെ സ്കോറിനും സ്പോൺസർഷിപ്പിനും ഒക്കെ അടിസ്ഥാനത്തിലാണ് എടുക്കുന്നത്. ഇനി MBBS അല്ലാതെ ധാരാളം പ്രോഗ്രാമുകളുണ്ട് CMC വെല്ലൂരിലുണ്ട്. PSc നഴ്സിംഗ് ഉണ്ട്, ഡിപ്ലോമ ഇൻ നഴ്സിംഗ് ഉണ്ട്, അല്ലെങ്കിൽ അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകളുണ്ട്, ഡിപ്ലോമ കോഴ്സുകളുണ്ട്. അങ്ങനെ ധാരാളം മറ്റ് നഴ്സിംഗിനായിട്ട് മറ്റൊരു ക്യാമ്പസും ഉണ്ട്. അപ്പം BSc നഴ്സിംഗിനായിട്ട് അങ്ങനെ പലതരത്തിലുള്ള പ്രോഗ്രാമുകൾ CMC വെല്ലൂരിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് ഇതൊക്കെ നമുക്ക് കോമൺ ആപ്ലിക്കേഷൻ വഴി ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോന്നിനും അതിന് സെപ്പറേറ്റ് ആയിട്ട് ഫീസുകൾ നിങ്ങൾ കൂടുതലായിട്ട് അടയ്ക്കേണ്ടി വരും എന്ന് മാത്രമേ ഉള്ളൂ. MBBS അല്ലാത്ത അല്ലെങ്കിൽ എല്ലാത്തിനും CMCയിലെ ഒരു എൻട്രൻസ് ടെസ്റ്റ് നടത്താറുണ്ട് അവർ. അപ്പോൾ ആ ഒരു പരീക്ഷയുടെ റാങ്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും MBBS ഒഴികെയുള്ള എല്ലാ കോഴ്സുകൾക്കും അവർ പ്രവേശനം നൽകുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഒറ്റ ആപ്ലിക്കേഷനിലൂടെ തന്നെ BSc നഴ്സിംഗോ അല്ലെങ്കിൽ മറ്റ് അലൈഡ് കോഴ്സുകളോ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനും ആപ്ലിക്കേഷൻ ചെയ്യാം. അതിന് പ്രത്യേകിച്ച് പരീക്ഷ CMC വെല്ലൂരിന് എഴുതണം. അതിന് സ്പോൺസർഷിപ്പുകളുണ്ട്. ആ സ്പോൺസർഷിപ്പിന് നിങ്ങൾക്ക് അതാത് രീതികൾ വഴി അപ്ലൈ ചെയ്യുകയും ഇപ്പോൾ ഓർത്തഡോക്സ് വിഭാഗമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓർത്തഡോക്സിന് നമുക്ക് വിഭാഗത്തിന് CMC വെല്ലൂരിലെ MBBS സീറ്റുകൾ മൈനോറിറ്റി 62 എന്ന് പറയുന്ന അണ്ടർ ഗ്രാജുവേറ്റ് മൈനോറിറ്റി സീറ്റുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ BSc നഴ്സിംഗിന് അതല്ലാതെ സീറ്റുകളുണ്ട്. അപ്പോൾ ഓരോ വിഭാഗത്തിനും ഏതൊക്കെ സീറ്റുകളാണ് ഉള്ളതെന്ന് പ്രോസ്പെക്ടസ് നോക്കി കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അതനുസരിച്ച് വേണം ഓൺലൈൻ ആപ്ലിക്കേഷൻ നിങ്ങൾ ചെയ്യാനായിട്ട്. ഇനി മൈനോറിറ്റി നെറ്റ്വർക്കിനകത്ത് വരുമോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് വേണം CMC വെല്ലൂരിന്റെ സൈറ്റിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ ചെയ്യാനായിട്ട്. ഓൺലൈൻ ആപ്ലിക്കേഷന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ് നീറ്റിന്റെ റിസൾട്ടൊക്കെ വന്നു കഴിയുമ്പോൾ ആ റിസൾട്ടൊക്കെ CMCയുടെ വെബ്സൈറ്റിൽ കൃത്യമായിട്ട് ചെയ്യാനാവും. അതിനുശേഷം തമിഴ്നാടിന്റെ വെബ്സൈറ്റ് വഴി അലോട്ട്മെന്റിൽ പങ്കെടുക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാ ക്രിസ്ത്യൻ വിഭാഗത്തിനുമായിട്ട് ലഭിക്കുന്ന 62 എന്ന കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ അണ്ടർ കോളേജ് റെക്കമെൻഡേഷൻ ഫോർ ക്രിസ്ത്യൻ എന്ന വിഭാഗത്തിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ അനക്സ്ചർ 4 2 പേജ് പൂരിപ്പിച്ച് ബാപ്റ്റിസം സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കൺഫർമേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. റിലീജിയസ് മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള വില്ലേജ് ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ തഹസിൽദാരിൽ നിന്നോ നമ്മൾ കൈപ്പറ്റിയിട്ട് വയ്ക്കണം. അതുപോലെ തന്നെ CMC വെല്ലൂരിന്റെ അഡ്രസ്സിൽ വേണം അത് നമ്മൾ മെയ് 4-ാം തീയതിക്കുള്ളിലായിട്ട് നമ്മൾ CMC വെല്ലൂരിൽ എത്തിക്കേണ്ടത്. ഇതിന്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ നിങ്ങൾ ചെയ്യുമ്പോൾ നമുക്കറിയാം 750 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് വരുന്നത്. പിന്നെ നമ്മൾ MBBS മാത്രമേ വെക്കുന്നുള്ളെങ്കിൽ 500. ഓരോ കോഴ്സിനും 500 വെച്ച് അഡീഷണൽ ആകും. ആപ്ലിക്കേഷൻ ഫീസ് മറ്റുള്ള ഫീസ് BSc നഴ്സിംഗ് പോലെയുള്ള ഓരോ കോഴ്സുകൾക്കും നിങ്ങൾ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് 500 രൂപ ആപ്ലിക്കേഷൻ ഫീസ് കൂടുന്നതായിരിക്കും. അപ്പോൾ ഓൺലൈൻ ആയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് ശേഷം പേയ്മെന്റ് അടച്ച് നിങ്ങൾ കൺഫർമേഷൻ പേജ് മാർച്ച് 30-നുള്ളിൽ CMC വെല്ലൂരിന്റെ സൈറ്റിൽ നിന്ന് എടുക്കേണ്ടതാണ്. നീറ്റ് 2026 എക്സാമിലൂടെ രാജ്യത്തെ ഏറ്റവും പ്രമുഖ മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ നിർണായകമായ ഒരു ചോയ്സ് തന്നെയാണ് CMC വെല്ലൂർ. അപ്പം ഈ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഈ വെല്ലൂർ CMCയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും നിങ്ങൾ ആദ്യം പ്രോസ്പെക്ടസ് വായിച്ചു നോക്കിയിട്ട് അവിടുത്തെ ഫീസ് സ്ട്രക്ചർ, അതുപോലെ തന്നെ മൈനോറിറ്റി സ്കോളർഷിപ്പ്, അതിനുശേഷമുള്ള ബോണ്ട് സിസ്റ്റം, ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മാർച്ച് 30-നുള്ളിൽ CMC വെല്ലൂരിന്റെ സെന്ററിൽ ആപ്ലിക്കേഷൻ കൊടുക്കുക. ഇപ്പോൾ 2025-ലൊക്കെ ആണെങ്കിൽ പോലും 6-7 വിദ്യാർത്ഥികളാണ് ഈ ചുരുങ്ങിയ സീറ്റിൽ എൻ്റർ ആയിട്ടുള്ളൂ. അപ്പോൾ CMC വെല്ലൂരിൽ ഇപ്പോഴും നമ്മുടെ ഒത്തിരി മലയാളി കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ മലയാളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വലിയ സ്വപ്നമായിട്ടുള്ള ഈ വെല്ലൂരിന്റെ ക്യാമ്പസുകളിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ CMC വെല്ലൂരിനെ കുറിച്ച് പഠിക്കുക. ഓൺലൈനായിട്ട് അതിന് ആപ്ലിക്കേഷൻ ചെയ്യുക. നീറ്റിൽ ഏറ്റവും നല്ല റിസൾട്ടിനായിട്ട് നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി നിങ്ങൾ തയ്യാറെടുക്കുക. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ള ആപ്ലിക്കേഷൻസിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ CMC വെല്ലൂരിനകത്ത് ഒരു അഡ്മിഷനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇൻസൈറ്റ് 360യുടെ മെന്റേഴ്സുമായിട്ട് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് സംസാരിക്കാവുന്നതാണ്. എന്ത് സപ്പോർട്ടും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും.